ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിൽ SIT പരിശോധന തുടരുന്നു. പരിശോധന 7 മണിക്കൂർ പിന്നിട്ടു. വൻ പോലീസ് സന്നാഹവുമായാണ് SIT തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെത്തിയത്. ആഭരണങ്ങൾ പരിശോധിക്കാൻ സ്വർണ്ണ പണിക്കാരനെ അടക്കം എത്തിച്ചിട്ടുണ്ട്. SIT നിർദ്ദേശപ്രകാരം തന്ത്രിയുടെ വീട്ടിലുണ്ടായിരുന്ന ചില ബന്ധുക്കളെയും പോലീസ് ഒഴിവാക്കി. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? SIT പ്രതീക്ഷിച്ചതുപോലെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ സുധീഷ്? അനിൽ നമ്പ്യാർ, ഇന്ന് ഉച്ചയ്ക്ക് 2:48 ഇവിടെ ഈ SIT സംഘം പരിശോധനയ്ക്കായി എത്തി. അതിനുശേഷം ഇപ്പോഴും ഏതാണ്ട് 7 മണിക്കൂർ പിന്നിട്ടും പരിശോധന തുടരുകയാണ്. ഇതിനിടയിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ താഴമൺ മഠത്തിലുണ്ടായിരുന്ന ചില ബന്ധുക്കളെ ഇവിടെ നിന്നും പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അതിനുശേഷം മരുമകളുടെ അച്ഛനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ആഭരണങ്ങൾ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് മകൾക്ക് കൊടുത്ത ആഭരണമാണ് എന്ന് തിരിച്ചറിയുന്നതിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് എന്നതാണ് വിലയിരുത്താൻ കഴിയുന്നത്. ആ രീതിയിൽ ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ അറസ്റ്റിനെ ന്യായീകരിക്കുന്നില്ലേ, അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തെളിവ് കണ്ടെത്താനുള്ളൊരു പരിശ്രമമാണ് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതുവരെയും അതിൽ വിജയിച്ചിട്ടില്ല എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുവരെയും ഒരു സാധനവും അങ്ങനെ കണ്ടുകിട്ടിയതായോ ഒന്നും തന്നെ ഉള്ള ഒരു സൂചനകളും പുറത്തു വന്നിട്ടില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്കറിയാം, ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായും ആചാര ലംഘനത്തിൻ്റെ പേരിൽ ഇത്തരമൊരു അറസ്റ്റ് അത് അംഗീകരിക്കാവുന്നതല്ല. അത് നിയമസാധുത പോലും ഇല്ലാത്ത അത്തരമൊരു അറസ്റ്റ് എന്നത് തന്നെ ഏറ്റവും പ്രധാനമായും വിമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിന് പുറമെയാണ് നേരത്തെ ഉണ്ടായ ആചാര ലംഘനം, യുവതീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിലെ പകപോക്കൽ നടപടി. അതിൻ്റെ ആ പകപോക്കലിൻ്റെ പേരിൽ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സർക്കാരിനെതിരെ സ്വീകരിച്ചതിൻ്റെ പകപോക്കലായി ആചാര ലംഘനത്തിൻ്റെ പേരിൽ തന്നെ തന്ത്രിയെയും അകത്താക്കുക എന്ന വളരെ ഗൂഢാലോചനയുടെ പരമായ ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് SITയുടെ ഈ അറസ്റ്റിനെ വിലയിരുത്തുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ അറസ്റ്റിനെ സാധൂകരിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്തുക. ഇന്നലത്തെ നമുക്കറിയാം, അറസ്റ്റ് തന്നെ വളരെ ആസൂത്രിതമായി അത് റിമാൻഡിൽ പോകണം, ജാമ്യാപേക്ഷ പോലും പരിഗണിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്, 2 ദിവസം അത്തരത്തിൽ റിമാൻഡിൽ കഴിയുക എന്ന വളരെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു പ്രവൃത്തിയായി തന്നെയാണ് SITയുടെ ഇടപെടലിനെ കാണുന്നത്. അതിന് പിന്നിൽ വളരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം CPMൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. അതിനെ സാധൂകരിക്കത്തക്ക, അറസ്റ്റിനെ സാധൂകരിക്കത്തക്ക തെളിവ് കണ്ടെത്താനുള്ള പരിശ്രമം ഇപ്പോഴും തുടരുകയാണ്. 7 മണിക്കൂർ പിന്നിട്ട പരിശോധന തുടരുന്നു. സ്വർണ്ണപ്പണിക്കാരനടക്കം ഇതുവരെയും പരിശോധന പൂർത്തിയാക്കി പുറത്തു വന്നിട്ടില്ല. ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അനിൽ നമ്പ്യാർ, ചെങ്ങന്നൂരിൽ തന്ത്രിയുടെ താഴമൺ മഠത്തിൽ SIT പരിശോധന തുടരുന്നു. പരിശോധന 7 മണിക്കൂർ പിന്നിട്ടു. വൻ പോലീസ് സന്നാഹവുമായാണ് SIT തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെത്തിയത്. സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.